ബിൻസിയാണ് കേട്ടോ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് കുർത്തീസ് കളക്ഷൻസ് തന്നെയാണ്. ക്രിസ്മസ് കളക്ഷനായിട്ട് വെയർ ചെയ്യാൻ പാകത്തിനുള്ള കുർത്തീസ് കളക്ഷൻസ് കേട്ടോ. നല്ല ഭംഗിയായിട്ട് വെയർ ചെയ്യാൻ പാകത്തിനുള്ള 2 പാറ്റേണിൽ വരുന്ന കുർത്തീസാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഈ 2 പാറ്റേൺസും നല്ല ഭംഗിയായിട്ടോ കാണാനായിട്ട്. ക്രിസ്മസിന് നമുക്ക് എപ്പോഴും വെറൈറ്റി ആയിട്ട് തന്നെ നിൽക്കാൻ പാകത്തിനാണ് ഈ 2 പാറ്റേൺസ് വന്നിരിക്കുന്നത്. നമ്മൾ നോർമലി കാണുന്ന ഒരു പാറ്റേൺ അല്ല, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ക്രിസ്മസ് കളക്ഷൻ നമ്മൾ കുറച്ച് വൈകി കൊണ്ടുവന്നതും. കാരണം എപ്പോഴും നമ്മളൊരു കോമൺ ഫാക്ടേഴ്സ് ഉള്ള കുർത്തീസ് കൊണ്ടുവരുമ്പോൾ അതിനൊരു ഭംഗിയൊക്കെ കുറവായിരിക്കും. അപ്പോൾ എന്തെങ്കിലും കുറച്ചൊരു ഡിഫറൻസ് വരുന്ന കുർത്തീസ് കൊണ്ടുവരുന്ന ഓർത്തായിട്ട് കുറച്ച് വൈകിയത്. അപ്പോൾ ഇത് നല്ല ഭംഗിയായിട്ട് വെയർ ചെയ്യാൻ പാത്രമാണ് വന്നിരിക്കുന്നത്. ഇതിനകത്ത് ഒരു പാറ്റേൺ നമുക്ക് ക്രിസ്മസ് കഴിഞ്ഞാലും ഒരു റെഗുലർ വെയറായിട്ടൊക്കെ ആണെങ്കിലും യൂസ് ചെയ്യാൻ പാത്രമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഓർഡേഴ്സ് നമ്മൾ വാട്സപ്പ് വെബ്സൈറ്റിലും എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ട് എങ്ങനെയാണോ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത് ആ രീതിയിൽ പർച്ചേസ് ചെയ്യാൻ കേട്ടോ. അതുപോലെ തന്നെ ഇൻസൈറ്റ് കേരളയാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗിലാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ ഗിവ് അവേ നടന്നുകൊണ്ടിരിക്കുകയാണ്. മാക്സിമം ഷെയർ ചെയ്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് നമ്മുടെ ഈ താഴെ തന്നിരിക്കുന്ന ഗിവ് അവയുടെ നമ്പറിലേക്ക് തന്നെ മെസ്സേജ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ സമയങ്ങളിൽ നമുക്ക് കുർത്തീസ് ഓരോന്നായിട്ട് കാണാം. ഫസ്റ്റ് കുർത്തി വന്നിരിക്കുന്നത് ഞാനിപ്പോൾ വെയർ ചെയ്തിരിക്കുന്നത് ഈ സെയിം പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ളൊരു കുർത്തിയാണ് കേട്ടോ. കളർ വരുമ്പോഴത്തേക്കും നമ്മുടെ ക്രിസ്മസ് റെഡ് തന്നെയാണ് കളർ വന്നിരിക്കുന്നത്. ഇതിൻ്റെ നെക്ക് വരുമ്പോഴത്തേക്കും കുറച്ച് കേറി നെക്ക് കേട്ടോ. ബോട്ട് നെക്ക് പാറ്റേണിലാണ് നെക്ക് വന്നിരിക്കുന്നത്. ഈ ഓപ്പോഷൻ എന്ന് പറയുന്നത് നല്ല ഹെവി ആയിട്ട് വന്നിരിക്കുന്ന മെഷീൻ എംബ്രോയിഡറി ആണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് മൾട്ടി കളർ ത്രെഡ് യൂസ് ചെയ്തിട്ടുള്ള മെഷീൻ എംബ്രോയിഡറി ആണ്. ഇതിൻ്റെ അകത്ത് ഗ്രീനിൻ്റെ തന്നെ 2 ഷെയ്ഡുണ്ട്, പിങ്കിൻ്റെ ഷെയ്ഡ് വന്നിട്ടുണ്ട്, ലാവൻഡർ ഷെയ്ഡ് വന്നിട്ടുണ്ട്, റെഡ് വന്നിട്ടുണ്ട്. അങ്ങനെ മൾട്ടി കളേഴ്സാണ് ഇതിൽ വന്നിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ഈ കളേഴ്സ് എല്ലാം. ഈ വർക്ക് തന്നെ നല്ല ഹെവിയാണ്, നല്ല ഭംഗിയാണ്. ഒരുപാട് മിറേഴ്സും അങ്ങനത്തെ ബീഡ്സും അങ്ങനത്തെ വർക്കൊന്നുമില്ല. നല്ല ഭംഗിയായിട്ട് വരുന്ന ത്രെഡാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഈ ഒരു പോർഷനിൽ കട്ടിങ് വന്നിട്ട് ഇവിടെ കുഞ്ഞു പ്ലീറ്റ്സ്, അത് ഈ ഫ്രണ്ട് പോർഷനിൽ മാത്രമേ ഉള്ളൂ. സൈഡിലൊന്നും പ്ലീറ്റ്സ് ഇല്ല. സൈഡൊക്കെ A-ലൈൻ പാറ്റേണിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. താഴേക്ക് വരുമ്പോൾ A-ലൈനിലാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഒരു സ്പെഷ്യാലിറ്റിയായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെൻറ്റർ പോർഷനിൽ വന്നിരിക്കുന്നത് പ്ലീറ്റ്സ് പ്ലെയിൻ മെറ്റീരിയൽ ആണ് കേട്ടോ. 3 പാനൽസ് ആണ് ഇവിടുന്ന് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ സെൻറ്റർ പോർഷനിലെ പാനൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലീറ്റ്സ് മാത്രമേ ഉള്ളൂ. സൈഡ് പോർഷനിൽ വന്നിരിക്കുന്നത് ചെറിയ ത്രെഡ് വർക്ക് വരുന്ന ഒരു പാറ്റേൺ തന്നെയാണ്. മെറ്റീരിയൽ വരുന്നത് സോഫ്റ്റ് സിൽക്കിലാണ്. ഈ പോർഷനിലൊക്കെ ഇങ്ങനെ ത്രെഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, മെഷീൻ എംബ്രോയിഡറി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്ലീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇപ്പോൾ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് സ്ലീവ്ലെസ് ആയിട്ടാണ്. ഇൻസൈഡ് പോർഷനിൽ സ്ലീവ് കൊടുത്തിട്ടുണ്ട്. 3/4 സ്ലീവ് ഇൻസൈഡ് പോർഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ലീവ് ഇൻസൈഡ് പോർഷനിലുണ്ട്. അതും 3/4 സ്ലീവ് തന്നെ ഉണ്ട് കേട്ടോ. ഇതുപോലെയാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് കേട്ടോ. നമ്മുടെ യോക്ക് പോർഷൻ ഫുള്ളായിട്ട് ഇതുപോലെ നല്ല ഹെവി ആയിട്ട് വന്നിരിക്കുന്ന മെഷ് എംബ്രോയിഡറിയാണ് ചെയ്തിരിക്കുന്നത്. ചെറിയ പ്ലീറ്റ്സ് വരുന്നുണ്ട്. ഇതിൻ്റെ ഈ ഒരു പോർഷനിലേക്ക് വരുമ്പോൾ ഇതുപോലെ സ്പ്രെഡഡ് ആയിട്ട് വരുന്ന ഒരു മെഷ് എംബ്രോയിഡറി ചെയ്തിട്ടുണ്ട്. ചെറിയ പാത്രമാണ് വന്നിരിക്കുന്നത്. ബാക്ക് സൈഡിൽ ഇതുപോലെയായിട്ട് പ്ലെയിൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഫ്രണ്ട് പോർഷനിലാണ് ഇത്രയും ഭംഗിയായിട്ട് വരുന്നത് ഈ ത്രെഡ് വർക്കും കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻസൈഡ് പോർഷനിൽ ക്രേപ്പ് ലൈനിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വെയർ ചെയ്യാനും നല്ല സുഖമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻസൈഡ് പോർഷനിലായിട്ട് സ്ലീവ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതുപോലെയാണ് സ്ലീവ് വന്നിരിക്കുന്നത്. ഇതൊരു 3/4 സ്ലീവാണ് വന്നിരിക്കുന്നത്. സ്ലീവ് നല്ല ലെങ്ത് ഉള്ള സ്ലീവാണ്. അതുപോലെ തന്നെ സ്ലീവിലും മെഷ് എംബ്രോയിഡറി ചെയ്തിട്ടുണ്ട്. കുഞ്ഞു കുഞ്ഞു ഫ്ലോറൽ വർക്ക് ഈ സ്ലീവിലും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണേ. സ്ലീവ്ലെസ് ആയിട്ടല്ല, നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്തിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാനിപ്പോൾ ജസ്റ്റ് സ്ലീവ്ലെസ് ആയിട്ട് ഇട്ട് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇത് നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്തിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ ലെങ്ത് വരുമ്പോഴത്തേക്ക് ഒരു 46-47 ഇഞ്ച് ലെങ്ത്തിലാണ് ഈ കുർത്തി സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വന്നിരിക്കുന്നത് ഇതുപോലെയാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് ഉണ്ട്. സ്മോൾ, മീഡിയം, ലാർജ്, XL, XXL ആണ്. റേറ്റ് വന്നിരിക്കുന്നത് 850 ആണ്. അതും ഇൻസൈഡ് കേരളയാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗിലാണ് ചെയ്യുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിൽ സ്മോൾ സൈസും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അടുത്ത കുർത്തി വന്നിട്ട് നമ്മൾ ആദ്യം കാണിച്ചത് തന്നെ സെയിം പാറ്റേണിൽ സെയിം മെറ്റീരിയലാണ്, കളറിൽ മാത്രമാണ് ഡിഫറൻസ് വന്നിട്ടുള്ളൂ. കളർ വരുമ്പോഴത്തേക്കും വൈറ്റ് ആണ് കേട്ടോ. വൈറ്റ് എന്ന് പറയുമ്പോൾ ഒരു മിൽക്കി വൈറ്റ് ആണ് കളർ വന്നിരിക്കുന്നത്. നല്ല ഭംഗിയാണ്. ഇത് നമുക്ക് ക്രിസ്മസിന് മാത്രമല്ല അതല്ലാതെയും യൂസ് ചെയ്യാൻ പാത്രമാണ് ഈ ഒരു കുർത്തി സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. നല്ലൊരു പാർട്ടി വെയർ കൺസെപ്റ്റിൽ യൂസ് ചെയ്യാൻ പാത്രമാണ് ഈ കുർത്തി വന്നിരിക്കുന്നത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് വന്നിരിക്കുന്നത്. നെക്ക് വരുമ്പോൾ ബോട്ട് നെക്കാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത്. സെയിം പാറ്റേണിലാണ് കേട്ടോ. ഈ ഓപ്പോഷനിൽ വരുമ്പോഴത്തേക്കും നല്ല ഹെവി ആയിട്ട് വന്നിരിക്കുന്ന മെഷ് എംബ്രോയിഡറിയാണ്. അതിൻ്റെ ത്രെഡ് പറയുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം പറഞ്ഞ ത്രെഡ് ഷെയ്ഡ് തന്നെയാണ് കേട്ടോ. ഗ്രീനിൻ്റെ 2 ഷെയ്ഡ്, ലൈറ്റ് ആൻഡ് ഡാർക്ക്, അതുപോലെ പീച്ച്, ലാവൻഡർ ഷെയ്ഡൊക്കെ നല്ല ഭംഗിയായിട്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടുന്ന് ഒരു കട്ടിങ് വന്നിട്ട് താഴേക്ക് 3 പാനൽസ് പോലെ തന്നെ സെൻറ്ററിൽ വന്നിരിക്കുന്നത് പ്ലീറ്റഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. സൈഡ് പോർഷനിൽ ഇതുപോലെ മെഷ് എംബ്രോയിഡറി ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് വരുമ്പോഴത്തേക്കും ഒരു
പിങ്കിഷ് പീച്ച്, ഡാർക്ക് പിങ്കിഷ് പീച്ചാണ് കളർ വന്നിരിക്കുന്നത്, റെഡ് അല്ല കേട്ടോ. ഈ സൈഡിൽ ഇതുപോലെ ഒരു മെഷ് എംബ്രോയിഡറി ചെയ്തിട്ടുണ്ട്, ഈ സൈഡിലും അതുപോലെ തന്നെ മെഷ് എംബ്രോയിഡറി ചെയ്തിട്ടുണ്ട്. സെന്ററിൽ ഇതുപോലെ പ്ലീറ്റ്സ് ആണ്. ഇൻസൈഡ് പോർഷനിൽ ക്രേപ്പ് ലൈനിങ് ഉണ്ട്. സ്ലീവ് 3/4 ആണ്. സ്ലീവ് ലെസ് സൈഡ് യൂസ് ചെയ്യണമെങ്കിൽ സ്ലീവ്ലെസ് സൈഡ് യൂസ് ചെയ്യാം, അതല്ല സ്ലീവ് അറ്റാച്ച് ചെയ്തിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ സ്ലീവ് ഇൻസൈഡ് പോർഷനിലുണ്ട്, അതും 3/4 ആണ്. ഷോർട്ട് സ്ലീവ് ഒന്നുമല്ല, 3/4 സ്ലീവ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ആരും വിഷമിക്കേണ്ട, സ്ലീവ്ലെസ് ഇടാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിലും ഇൻസൈഡ് പോർഷനിൽ 3/4 സ്ലീവ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെയാണ് വരുന്നത്. ഇങ്ങനെ വരും കേട്ടോ, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതിൻ്റെ ഈ ഒരു പോർഷനിൽ ഇത് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്, ഇതുപോലെയാണ് കേട്ടോ. അതുപോലെ തന്നെ ഇൻസൈഡ് പോർഷനിലും സ്ലീവ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. 3/4 സ്ലീവാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് നമ്മളുടെ കംഫർട്ടബിൾ അനുസരിച്ച് നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് സ്ലീവ് യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അതല്ല സ്ലീവ്ലെസ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യട്ടെ. ഇതുപോലെ സ്ലീവ് കൊടുത്തിട്ടുണ്ട്. ഇൻസൈഡ് പോർഷനിൽ 3/4 ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പാത്രമായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഒരു 46-47 ഇഞ്ച് ലെങ്ത് ഉണ്ട് ഈ കുർത്തിക്ക്. ബാക്ക് സൈഡ് ഇതുപോലെയാണ്, സിമ്പിളായിട്ട് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. മെറ്റീരിയൽ വരുമ്പോൾ സോഫ്റ്റ് സിൽക്കിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വ്യൂ വരുന്നത് ഇതുപോലെയാണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് എന്ന് പറഞ്ഞാൽ സ്മോൾ, മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ ആണ്. റേറ്റ് വന്നിരിക്കുന്നത് 850. അടുത്ത കുർത്തി വന്നിട്ട് ഞാനിപ്പോൾ വേറെ ചെയ്തിരിക്കുന്നത് ഈ സെയിം പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. മെറ്റീരിയൽ വരുമ്പോൾ ജോർജറ്റിലാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള കുർത്തിയാണ് കേട്ടോ. ക്രിസ്മസ് കളക്ഷൻ ആയിട്ട് തന്നെ നമുക്ക് വേറെ ചെയ്യാൻ പാത്രമാണ് വന്നിരിക്കുന്നത്. അതൊരു ഡിഫറെൻ്റ് ആയിട്ട് തന്നെ നിൽക്കുന്ന ഒരു ക്രിസ്മസ് കളക്ഷൻ ആയിട്ട് നമ്മൾ എപ്പോഴും കാണുന്ന പോലെയല്ല. ഇതിൻ്റെ അത് ഫുള്ളായിട്ട് പ്രിന്റഡ് ആണ് വന്നിരിക്കുന്നത്. റെഡ് ആൻഡ് വൈറ്റിൻ്റെ പ്രിന്റഡ് ആയിട്ട് വന്നിരിക്കുന്ന കുർത്തിയാണ് കേട്ടോ. നല്ല ഭംഗിയാണ്. ജോർജറ്റ് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ചുമ്മാ പ്ലെയിൻ ആയിട്ടുള്ള ജോർജറ്റ് അല്ല കേട്ടോ. ഇതിൻ്റെ അകത്ത് വീവിങ്സ് വരുന്ന ജോർജറ്റ് മെറ്റീരിയലാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയാണ്. സിമ്പിളായിട്ടല്ല, ത്രെഡ് വീവിങ്സ് ഇതിൻ്റെ അകത്ത് സെൽഫായിട്ട് പോകുന്നുണ്ട്. ക്ലോസ് അപ്പ് വ്യൂ കാണിക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ. നെക്ക് വരുമ്പോഴത്തേക്ക് ഒരു ഡിഫറെൻറ്റ് പാറ്റേണിലാണ് നെക്ക് വന്നിരിക്കുന്നത്. ഒരു വി കൺസെപ്റ്റ് ആണ് വന്നിരിക്കുന്നത്. ഈ ഒരു പോർഷനിൽ ഒരു സ്ക്വയർ കട്ടിങ് പോലെയാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു വി പാറ്റേണിൽ ലേസ് വർക്ക് ചെയ്തിട്ടുണ്ട്. സെൻറ്ററിൽ സ്പോഞ്ച് ബോൾസിൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ ഫ്രണ്ട് പോർഷനിൽ മാത്രം കുറച്ച് പ്ലീറ്റ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് പോർഷനിൽ മാത്രമേ അറേഞ്ച് ചെയ്തിട്ടുള്ളൂ. ബാക്കിയൊക്കെ സിമ്പിളായിട്ട് എലൈനിലാണ് വന്നിരിക്കുന്നത്. ഇതുപോലെ അത്യാവശ്യം നല്ല ഫ്ലെയറിലാണ്. ബാക്ക് സൈഡും എലൈൻ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇൻസൈഡ് പോർഷനിൽ ക്രീപ്പ് ലൈനിങ് കൊടുത്തിട്ടുണ്ട്. സ്ലീവ് വരുമ്പോൾ 3/4 ആണ്. സ്ലീവ് വിതൗട്ട് ലൈനിങ്ങിലാണ്. സ്ലീവിൻ്റെ എൻ പോർഷനിലും സെയിം തന്നെ നമ്മുടെ ഈ ഇവിടെ നെക്ക് ലൈനിൽ വന്നിരിക്കുന്ന അതേ മെറ്റീരിയൽ തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ലേസ് വർക്ക് തന്നെയാണ്, കുറച്ച് വീതിയുള്ള ഒരു ലേസ് വർക്കാണ് കൊടുത്തിരിക്കുന്നത്. സ്ലീവിൻ്റെ എൻ പോർഷനിലും കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ്. അത്യാവശ്യം നല്ല ലെങ്തിലാണ് വന്നിരിക്കുന്നത്. 46 ഇഞ്ച് ലെങ്ത് ഉണ്ട് ഈ കുർത്തിക്ക്. ഇതിൻ്റെ ഗ്ലൗസ് ഒക്കെ ഇതുപോലെയാണ് വരുന്നത്. ഇങ്ങനെയാണ് കേട്ടോ. നെക്ക് വരുമ്പോൾ ആ ഒരു വി കൺസെപ്റ്റാണ് നെക്ക് വന്നിരിക്കുന്നത്. ഈ ഒരു പോർഷനിൽ നെക്ക് ഡിഫറെൻ്റ് ആണ് കേട്ടോ. നെക്ക് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഡിഫറെൻ്റ് ആയിട്ടാണ്. ഒരു സ്ക്വയർ ഷേപ്പ് തന്നെയാണ് കേട്ടോ നെക്ക് വന്നിരിക്കുന്നത്. നെക്ക് ലൈനിലായിട്ട് ഇതുപോലെ ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഫ്രണ്ട് പോർഷനിൽ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ. ഈ മെറ്റീരിയലിൽ സെൽഫായിട്ട് ഒരു ഡിസൈൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ വൈറ്റ് കളറിൽ വന്നിരിക്കുന്ന പ്രിൻറ്റും കൂടിയുണ്ട്. ഇങ്ങനെയാണ് കേട്ടോ വന്നിരിക്കുന്നത്. സ്ലീവ് 3/4 ആണ് വന്നിരിക്കുന്നത്. സ്ലീവിൻ്റെ എൻ പോർഷനിലും ചെറിയ ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടാണ് വന്നിരിക്കുന്നത്. ഡിഫറെൻ്റ് ആയിട്ട് തന്നെ നിൽക്കുന്ന ഒരു കുർത്തിയാണിത്. ബാക്ക് സൈഡ് ഇതുപോലെയാണ് വന്നിരിക്കുന്നത്. ബഡ്ജറ്റ് റേറ്റിലാണ് ഈ കുർത്തി വന്നിരിക്കുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വ്യൂ വന്നിരിക്കുന്നത് ഇതുപോലെയാണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ ആണ്. റേറ്റ് വന്നിരിക്കുന്നത് 650 ആണ് കേട്ടോ. 650. അതും ഇൻസൈഡ് കേരളയാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗിലാണ് നമ്മൾ ചെയ്യുന്നത്. അടുത്ത കുർത്തി വന്നിട്ട് നമ്മൾ ആദ്യം കാണിച്ചത് തന്നെ റിവേഴ്സ് ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത്. ആദ്യം കാണിച്ചത് റെഡിൽ വൈറ്റ് ആയിരുന്നു ഡിസൈൻ വന്നിരുന്നത്. ഇത് വരുമ്പോഴത്തേക്കും വൈറ്റ് ആണ് ബേസ് വരുന്നത്. അതിൻ്റെ അകത്ത് റെഡ് കളറിൽ വന്നിരിക്കുന്ന ഫ്ലോറൽ ഡിസൈൻ ആണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയാണ് ഇതും കാണാനായിട്ട്. ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ്. മെറ്റീരിയൽ ജോർജറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതിങ്ങനെ ഒരു പ്രിന്റഡ് ആയിട്ട് വന്നിരിക്കുന്നത്. അതായത് സെൽഫായിട്ട് ഇതിൻ്റെ ഒരു ത്രെഡ് വർക്ക് വരുന്നുണ്ട് കേട്ടോ. അങ്ങനത്തെ ഒരു ജോർജറ്റ് ആണ്. സിമ്പിളായിട്ട് വരുന്നതല്ല, കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ട് വരുന്നതാണ്. അതിൻ്റെ അകത്ത് ഫുള്ളായിട്ട് ഫ്ലോറൽ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഫ്ലോറൽ പ്രിന്റ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇത് കാണാനും കുറച്ചൊരു ഡിഫറെൻ്റ് ആണ്. നമ്മൾ എപ്പോഴും കാണുന്ന നോർമൽ കാണുന്ന ആ ഒരു ക്രിസ്മസ് കളക്ഷനിൽ നിന്ന് കുറച്ചൊരു വേറിട്ട് നിൽക്കുന്നതാണ് കേട്ടോ. നെക്ക് ആണെങ്കിലും ഡിഫറെൻ്റ് ആണ്. വി നെക്ക് പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. എന്നാൽ നമ്മുടെ നെക്ക് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് വി നെക്ക് അല്ല കേട്ടോ. ഇവിടെ സെൻറ്ററിൽ സ്പോഞ്ച് ബോർഡ്സ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പോർഷനിൽ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്ലീറ്റ്സ് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് വയറൊക്കെ ഉണ്ടെങ്കിൽ അതിങ്ങനെ ഹൈഡ് ചെയ്ത് പോകുന്ന രീതിയിലാണ് വരുന്നത്. ഒരുപാട് പ്രൊജക്റ്റ് ചെയ്യുന്ന രീതിയിലല്ല. സൈഡ് പോർഷനൊക്കെ എലൈനിലാണ് വന്നിരിക്കുന്നത്. ബാക്ക് സൈഡും എലൈൻ പാറ്റേൺ തന്നെയാണ്. സ്ലീവ് 3/4 ആണ്. സ്ലീവിൻ്റെ എൻ പോർഷനിലും ആ ഒരു ലേസ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. നെക്കിൽ വന്നിരിക്കുന്ന സെയിം തന്നെ ലേസ് വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. ഇങ്ങനെയാണ് വരുന്നത്. ഇതുപോലെയാണ് കേട്ടോ.
ഈ മെറ്റീരിയലിൽ ക്ലിയർ ആയിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു സെൽഫായിട്ട് വരുന്ന ആ ഒരു വർക്ക് കാണാൻ പറ്റും. അത് ത്രെഡ് വർക്കാണ് കേട്ടോ, ത്രെഡ് വീവിങ്സ് ആണ് പോയിരിക്കുന്നത്. ഇതുപോലെയാണ്, നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇതിൽ വന്നിരിക്കുന്നത്. ബാക്ക് സൈഡ് ഇതുപോലെയാണ്, ബാക്ക് സൈഡും എലൈൻ പാറ്റേൺ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതുപോലെ വരും. അതുപോലെ തന്നെ ഇതിൻ്റെ ലെങ്ത് വരുമ്പോഴത്തേക്ക് ഒരു 46 ഇഞ്ച് ലെങ്ത് ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്, 46, 47. കാരണം ഇതിൻ്റെ ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ പ്ലീറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഫ്രണ്ട് പോർഷനിൽ കുറച്ച് ലെങ്ത് കൂടുതലുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഫുൾ ബി ഇതുപോലെയാണ് വന്നിരിക്കുന്നത്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് ഉണ്ട് മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സലാണ്. റേറ്റ് വന്നിരിക്കുന്നത് 650 ആണ് കേട്ടോ. അത് നമുക്ക് ഇൻസൈഡ് കേരളയാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചത് 2 പാറ്റേണിൽ വന്നിരിക്കുന്ന ക്രിസ്മസ് കളക്ഷൻസ് ആയിരുന്നു കേട്ടോ. രണ്ടും നല്ല ഡിഫറെൻ്റ് ആയിട്ട് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന ക്രിസ്മസ് പാറ്റേൺസ്, ക്രിസ്മസ് കളക്ഷൻ തന്നെയായിരുന്നു. 2 ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണ്. ആദ്യം കാണിച്ചത് സോഫ്റ്റ് സിൽക്കാണ്, ഇപ്പം ഞാൻ വെയർ ചെയ്ത് കാണുന്നത് ജോർജറ്റാണ്. ഈ രണ്ടും നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട്. അപ്പോൾ ഇത് ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ, വാട്സപ്പ് ത്രൂ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഗിവ് അവേ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും തന്നെ ഗിവ് വേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക കേട്ടോ. താങ്ക് യു.